ഗബ്രിക്ക് ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു ഇമോഷണൽ തേപ്പ് കിട്ടിയിട്ടുണ്ട്. ആ ഒരു തേപ്പ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗബ്രി ഇതുവരെ വിചാരിച്ചുകൊണ്ടിരുന്നത് ഗബ്രിയാണ് കളിക്കുന്നത്, ജാസ്മിൻ ഗബ്രിയെ സപ്പോർട്ട് ചെയ്യുകയാണ്. ബിഗ് ബോസ് സീസൺ 6ന്റെ ഇന്നലത്തെ എപ്പിസോഡ് റിവ്യൂവിൽ ചില ആളുകൾക്ക് ചില അതൃപ്തികൾ ഉണ്ടായിരുന്നു. ചില കാര്യങ്ങളെ ഞാൻ വളരെ ലൈറ്റ് ആയിട്ടാണ് നോക്കിക്കേണ്ടത്, ചിലതിനെ കുറിച്ചിട്ട് കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ല എന്നൊക്കെ കമന്റ്സ് കണ്ടു. അതിൽ പ്രധാനപ്പെട്ടത് ജാൻമണിയെ കുറിച്ചിട്ടാണ്. ജാൻമണിയെ കുറിച്ചിട്ട് ഞാൻ ലൈറ്റ് ആയിട്ട് പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ജാൻമണിയെ കുറിച്ചിട്ട് സ്പെഷ്യൽ ആയിട്ട് ഒരു എപ്പിസോഡ് മുന്നേ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ ഒരു ചാനലിൽ നമ്മളാണ് ജാൻമണിയുടെ ഗെയിമിനെ ആദ്യം തന്നെ മനസ്സിലാക്കിയത്. നമ്മൾ കച്ചറ മണി എന്ന് പറയുന്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്രയധികം കച്ചറയായിട്ടുള്ള അവരുടെ കമ്മ്യൂണിക്കേഷനെ കുറിച്ചിട്ടും അവർ ബാക്കിയുള്ള ആൾക്കാരെ നോക്കിക്കാണുന്നതിനെ കുറിച്ചിട്ടും അവരൊരു ഡേഞ്ചർ കണ്ടസ്റ്റന്റ് ആണ് ബാക്കിയുള്ള ആളുകൾക്ക് എന്നതിനെ കുറിച്ചിട്ടും ഒക്കെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഈ ജാൻമണി എന്തുകൊണ്ടാണ് എല്ലാ ആൾക്കാരും പേടിക്കുന്നത്? ജാൻമണിയെ കാണുമ്പോൾ കണ്ടസ്റ്റൻസിന്റെ ഈ ഒരു നിലപാടില്ലായ്മ, അതിന്റെ കാരണങ്ങളിലേക്ക് പോകുന്ന സമയത്ത് ഇന്നയാൾക്ക് ഈ കാരണമാണ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കോമൺ ആയിട്ട് അതിന്റെ കാരണങ്ങളിലേക്ക് പോകുമ്പോൾ സാധ്യതകൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒന്നാമത്തേത് ജാൻമണി ക്യൂട്ട്നെസ് വാരി വിതറുന്ന ഒരു വ്യക്തിയാണ്. ജാൻമണി ഭയങ്കര ക്യൂട്ടാണ്. തുടക്കത്തിലൊക്കെ നമുക്ക് ഇഷ്ടമുള്ള കുറേയധികം സംസാര രീതികൾ ജാൻമണിയുടെ അടുത്തുണ്ടായിരുന്നു. ജാൻമണി എല്ലാ ആൾക്കാരെയും ഭയങ്കരമായിട്ട് കെയർ ചെയ്യും. ജാൻമണി പാമ്പർ ചെയ്യും. ജാൻമണി പാമ്പറിങ് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ജാൻമണി കരയും മറ്റുള്ള ആളുകൾക്ക് വേണ്ടി. ഈ ഒരു ജാൻമണി ഒരു ശുദ്ധഗതിക്കാരിയാണ്, അല്ലെങ്കിൽ എൻ്റെ തോന്നലായിരിക്കാം അവർ ശുദ്ധഗതിക്കാരി അല്ല എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ അവർക്കെതിരെ അങ്ങനെ ഒരു റിസ്ക് എടുക്കണ്ട എന്നൊരു ചിന്ത പല ആളുകൾക്കുണ്ട്. ഇനി രണ്ടാമത്തെ ഒരു കാരണം മേ ബി ജെൻഡർ മൈനോറിറ്റി സ്റ്റാറ്റസ് ആയിരിക്കാം. പക്ഷെ എനിക്ക് ഈ തവണ അത്തരത്തിൽ ഡ്രാമകൾ ഫീൽ ചെയ്യുന്നില്ല. കഴിഞ്ഞ തവണ കുറച്ച് ഡ്രാമ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ ചേർത്ത് നിർത്തേണ്ടവരാണ് എന്നൊക്കെയുള്ള ഒരു ഡ്രാമ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മേ ബി ഒരു റീസൺ ആയിരിക്കാം. പിന്നെ അതിനകത്ത് വേറൊരു കാര്യമുണ്ട്. ജാൻമണി ശരിക്കും ഒരു മര്യാദ ഇല്ലാതെ ഈ ഒരു മൈനോറിറ്റി കാർഡ് എടുത്ത് വീശാറുണ്ട്. അത് വളരെ റിയൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. അന്ന് ഗബ്രിക്കെതിരെയൊക്കെ പറഞ്ഞത് കേട്ടില്ലേ, അവൻ ആണിനോടും പെണ്ണിനോടും കളിച്ചില്ല, എന്നോട് കളിച്ചു എന്ന് വെച്ചാൽ അത് കമ്മ്യൂണിറ്റി പരമായിട്ട് ഡീൽ ചെയ്യേണ്ട സംഗതിയാണ്. അവനെ ഞാൻ ജീവിക്കാൻ സമ്മതിക്കില്ല. ഈ ഒരു കാര്യങ്ങളൊന്നും കണ്ടസ്റ്റൻസ് ഓർക്കുന്നില്ല. ജയിൽ നോമിനേഷനിലേക്ക് പോലും ജാൻമണിയുടെ പേര് പറയാനായിട്ട് വലിയ ബുദ്ധിമുട്ട് അവർക്കുണ്ട്. മറ്റേ സുരേഷിന്റെ കേസിലാണെങ്കിലും ജാൻമണി ചാടി ഇൻവോൾവ് ആവുകയാണ്. ബോംബെയിൽ നമ്മളുടെ ആളുകളുണ്ട്, അവിടെ ഡീൽ ചെയ്യാന്ന് പറഞ്ഞ്. എന്നിട്ട് രതീഷ് പുറത്തേക്ക് പോയപ്പോൾ ഏറ്റവും കൂടുതൽ കരഞ്ഞത് ജാൻമണിയാണ്. എന്ന് പറഞ്ഞാൽ പുറത്തു പോയ രതീഷിന് സമാധാനം കൊടുക്കാത്ത തരത്തിലേക്കുള്ള പണി കൊടുക്കാനായിട്ട് തീരുമാനിച്ച ഒരു വ്യക്തിയാണ് ജാൻമണി. എന്നിട്ടാണ് ആ ഒരു കരച്ചിൽ ഡ്രാമ നാടക് എന്നുള്ളതാണ് ജാൻമണി പറയുന്നത്, നാടക് അവിടെ ഇറക്കിയത്. ഇനി മൂന്നാമത്തെ ഒരു കാരണം എന്തായിരിക്കും? മൂന്നാമത്തെ കാരണം, ഇന്ത്യയിലുള്ള ആൾക്കാരൊക്കെ ഒരു 99% ആൾക്കാർ മതവിശ്വാസികളാണല്ലോ. അതേപോലെ തന്നെ വിശ്വാസികളാണ്. ദൈവം ഉണ്ടെങ്കിൽ സാത്താനുണ്ട്, കയറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇറക്കമുണ്ട്, സ്വർഗം ഉണ്ടെങ്കിൽ നരകമുണ്ട് എന്നൊക്കെയുള്ള ചിന്തയുള്ള ആൾക്കാരാണ്. ഇപ്പോൾ ജാൻമണിയുടെ പ്രാക്ക്, ഇപ്പം ജാൻമണി പ്രാഗി കഴിഞ്ഞാൽ ഏൽക്കുമോ എന്നുള്ള പേടി ആളുകൾക്കുണ്ടോ? ഉണ്ടായിക്കൂടായില്ല എന്ന് വേണമെങ്കിൽ പറയാം. നമുക്കറിയാം പുറത്തൊക്കെ ഒരു വിശ്വാസമുണ്ട്. ഈ ജെൻഡർ മൈനോറിറ്റി സ്റ്റാറ്റസ് ഒക്കെ ഉള്ള ആളുകൾ, അവരൊക്കെ കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ദൈവികമായിട്ട് സ്പിരിച്വലായിട്ടൊക്കെ കണക്ട് ചെയ്യുന്ന രീതിയുണ്ട്. അവിടെ പ്രാക്കിനൊക്കെ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്, അനുഗ്രഹത്തിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. നമ്മളൊക്കെ കുറച്ചും കൂടെ നോർത്ത് സൈഡിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഒരു വേറൊരു രീതിയിൽ നമ്മൾ അതിനെ നോക്കി കാണാറുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെ വല്ലതും ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ഇവരുടെ ഒരു പ്രാക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഓവറാണ്. ഏത് ബിസിനസ് ക്ലാസ് ആണെങ്കിലും, ഏത് സൂപ്പർ ലക്ഷറി ക്ലാസ് ആണെങ്കിലും, ഏത് സെലിബ്രിറ്റികളുടെ പണിയെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഈ പ്രാക്ക് എന്ന് പറയുന്നത് ഏത് ക്ലാസ് ആണ് എന്നുള്ളത് എനിക്കറിയില്ല. അത് കുറച്ച് ആൾക്കാർ മാത്രം ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ശാപവാക്കുകൾ ഉപയോഗിക്കുക. നീ വണ്ടി അടിച്ചാവത്തേ ഉള്ളൂ, നിന്റെ കൈയും കാലും ഓടിയും, നിന്റെ ജീവിതം കൊഞ്ഞാട്ടയെ പോവും, നിന്നെ ഞാൻ ജീവിക്കാൻ സമ്മതിക്കത്തില്ല. ഈ പറയുന്ന ശാപവാക്കുകളും അതേപോലെ തന്നെ ഭീഷണികളും അത് കുറച്ച് ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. അതൊരു മജോറിറ്റിയുടെ ടേസ്റ്റ് അല്ല. ഞാൻ ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടാണോ ജാൻമണി ആരും നോമിനേറ്റ് ചെയ്യാത്തത്? പിന്നെ നോമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇഷ്ടംപോലെ റീസൺസ് ഉണ്ടായിരുന്നു. ഈ സാധാരണക്കാരോട് തട്ടിമുട്ടി കേസുകൾ, വഴിയിൽ നിന്ന് കച്ചവടം ചെയ്യുന്ന ആളുകൾ എന്നൊക്കെ പറഞ്ഞ് സാധാരണ ആൾക്കാരോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഭയങ്കര മോശമാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ തട്ടിമുട്ടി ആളൊന്നുമല്ല, നിങ്ങളെപ്പോലൊന്നും അല്ല എന്നൊക്കെയാണ് ജാൻമണി പറയുന്നത്. നമുക്ക് പ്രേക്ഷകർക്ക് ജാൻമണിയും ബാക്കിയുള്ള ആളുകളെയും മാറ്റി നിർത്തി കാണാൻ പറ്റൂല. നമുക്ക് എല്ലാ ആളുകളും ഒരുപോലെയാണ്. നമ്മൾ ഇവരുടെ ഒന്നും ആസ്തി നോക്കിയോ അല്ലെങ്കിൽ ടാക്സ് റിട്ടേൺ അടച്ചതിൻ്റെ റിസിപ്റ്റ് നോക്കിയിട്ടൊന്നും അല്ല ഇവിടെ വോട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ജാൻമണി അങ്ങനെ ഒരു കാര്യം പറഞ്ഞത് ശക്തമായിട്ട് പോയിന്റ് ഔട്ട് ചെയ്യേണ്ടതായിരുന്നു. അവിടെ ആരും ചെയ്തില്ല. വരുന്ന ഭൂരിപക്ഷം ആളുകളും സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവരാരും അത് പോയിന്റ് ഔട്ട് ചെയ്യാത്തത് എന്ത് പേടിച്ചിട്ടാണ് എന്നുള്ളത് അറിയില്ല. ഇനി ശ്രീരേഖയാണ് ജാൻമണിക്കെതിരെ ശക്തമായിട്ടുള്ള പോയിന്റുകൾ പറയുന്നത്. ശ്രീരേഖ നമ്മൾ ഇന്നലെ വളരെ ലൈറ്റ് ആയിട്ടാണ് മെൻഷൻ ചെയ്തത്. പക്ഷേ ശ്രീരേഖ ബാക്ക് ഓൺ ട്രാക്ക് ആണ്. ചില ആൾക്കാർ പറയും ശ്രീരേഖ നിലപാടില്ല, ശ്രീരേഖ ജാസ്മിൻ ആൻഡ് ഗബ്രിയെ സപ്പോർട്ട് ചെയ്യുന്നു, മുന്നേ അങ്ങനെ അല്ലായിരുന്നു, അവർക്ക് വ്യക്തമായിട്ടുള്ള ടീമില്ല. അവർക്ക് എന്തിനാണ് ടീം? അവർ ഒറ്റയ്ക്ക് കളിക്കാൻ വന്ന ഒരാളാണ്. ആദ്യ ദിനങ്ങളിൽ തന്നെ നമുക്ക് മനസ്സിലായതാണ്. അപ്പോൾ അവർ ആ ഒരു കളി കളിക്കട്ടെ. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കളിയാണ്. പിന്നെ ശ്രീരേഖയുടെ കുറച്ച് നോട്ടമൊക്കെ ഉണ്ട്, സൈക്കോ നോട്ടമൊക്കെ ഉണ്ട്. അത് കാണുമ്പോഴത്തേനും നമുക്ക് എന്തോ
അയ്യോ ഇവരെന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള തോന്നലൊക്കെ വരും. പിന്നെ കുറച്ച് ഡ്രാമയൊക്കെ ഉണ്ട്. ഈ ദിവസങ്ങളിലേക്ക് വരുമ്പോഴത്തേന് ഡ്രാമയ്ക്ക് സ്കോപ്പില്ല. യമുന റാണി ശ്രീരേഖയുടെ ഫ്രണ്ടിലുണ്ട്. ശ്രീരേഖയുടെ ഫ്രണ്ടിൽ എന്ന് പറയുമ്പോഴത്തേന് ഒരു വലിയ ശത്രുവായിട്ടല്ല, ഈ ചെരുപ്പിലൊക്കെ ബബിൾക്കം പറ്റി കഴിയുമ്പോഴുള്ള പ്രശ്നം പോലെയാണ് യമുന റാണി ശ്രീരേഖയോട് ഗെയിം കളിക്കുന്നത്. യമുന ശ്രീരേഖയ്ക്കെതിരെ പറയുന്ന ഒരു ആർഗ്യുമെന്റുകളും ഒരു ആരോപണങ്ങളും നിലനിൽക്കില്ല. അത് പ്രേക്ഷകരുടെ മൈൻഡിലേക്ക് പോലും കയറില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മുന്നേ പറയേണ്ടതായിരുന്നു. അന്ന് പറയാതെ അത് ഇന്ന് വന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു സംഭവമായിട്ടുള്ള കണക്ഷൻ തന്നെ വിട്ടുപോയി. അത് ശരിക്കും ഇനിയും ബിഗ് ബോസിൽ പോകുന്ന ആൾക്കാർ ഓർക്കേണ്ടതാണ്. ഒരു ഇഷ്യൂവിന് ആ ഒരു മൊമെന്റിൽ മാത്രമേ അതിനെന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പിന്നീട് അത് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അവിടെ നിലപാടിനെയും ആളുകൾ ചോദ്യം ചെയ്യും. ഇനി നമ്മുടെ വിഷാദ നായകൻ ഗബ്രിയിലേക്ക് വരേണ്ടതുണ്ട്. ഗബ്രിയെ കണ്ടപ്പോൾ എനിക്ക് വല്ലാതെ വിഷമമായി. ഗബ്രിക്ക് ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു ഇമോഷണൽ തേപ്പ് കിട്ടിയിട്ടുണ്ട്. ആ ഒരു തേപ്പ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗബ്രി ഇതുവരെ വിചാരിച്ചുകൊണ്ടിരുന്നത് ഗബ്രിയാണ് കളിക്കുന്നത്, ജാസ്മിൻ ഗബ്രിയെ സപ്പോർട്ട് ചെയ്യുകയാണ്. മിനിഞ്ഞാന്നൊക്കെ പവർ ടീമിനെ കുറിച്ചിട്ടും ക്യാപ്റ്റൻസിയെ കുറിച്ചിട്ടും ഒക്കെയുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ചർച്ചകളൊക്കെ കേട്ട സമയത്തും ഗബ്രിക്ക് ചെറിയൊരാഗ്രഹം ഗബ്രി ക്യാപ്റ്റൻസിയിലേക്ക് വരണമെന്നുള്ളതാണ്. ഗബ്രിക്ക് കുറേയധികം പ്ലാൻ ഉണ്ടായിരുന്നു ഈ പവർ ടീമിലേക്ക് വന്നിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ട്. എന്നാൽ ഇന്നലെയാണ് ഗബ്രിക്ക് മനസ്സിലായത് താൻ ഒരു ഗെയിമറല്ല, ജാസ്മിനാണ് ഗെയിമർ. ജാസ്മിനാണ് ഇവിടെ കരുക്കൾ നീക്കുന്നത്. താൻ വെറും സൈഡ് റോൾ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ആ ഒരു റിയലൈസേഷൻ ശരിക്കും ഗബ്രിക്ക് ഇന്നലെയാണ് കിട്ടിയത്. അത് പുള്ളിക്ക് ഭയങ്കര ഷോക്കായിപ്പോയി. എന്ന് പറഞ്ഞാൽ പുള്ളി അങ്ങ് ഡൗൺ ആയിപ്പോയി. ഇപ്പോൾ ഡൗൺ ആയി പോകുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗബ്രിക്ക് ജാസ്മിൻ ഇല്ലാതെയും പറ്റില്ല, ഉണ്ടായിട്ടും പറ്റില്ല എന്ന് പറയുന്നൊരവസ്ഥയാണ്. ഗബ്രിയെ ജാസ്മിൻ മാറ്റി നിർത്തുന്ന സമയത്ത്, ഗെയിമിൽ മാറ്റി നിർത്തുന്ന സമയത്ത് ഗബ്രി അങ്ങോട്ട് എന്തോ കൂട്ട് നഷ്ടപ്പെട്ട ഒരാളെ പോലെ അങ്ങോട്ട് പേടിക്കുകയാണ്. ഇന്നലെ നമ്മൾ കണ്ടതാണ്. ആ ഒരു ക്യാപ്റ്റൻസി തൊട്ട് തന്നെ ഭയങ്കരമായിട്ട് ഡൗൺ ആണ് ഗബ്രി. ആരോടും വലിയ കാര്യമായിട്ട് ഒന്നിനും ഡിഫെൻഡ് ചെയ്യാനായിട്ട് പോകുന്നില്ല. ജയിലിലേക്കൊക്കെ പോകുമ്പോഴത്തേന് ശംഖ് പറിച്ച് വെച്ചിട്ട് പോകുന്ന പോലെയാണ് പോകുന്നത്. അപ്പോൾ അവിടെ ജാസ്മിൻ അത്യാവശ്യം കുഴപ്പമില്ലാതെ വിരഹ ദുഃഖമൊക്കെ അനുഭവിക്കുന്ന രീതിയിൽ നടക്കുന്നത് കൊണ്ടൊക്കെ ഗബ്രിക്ക് ഓക്കെയാണ്. അല്ലെങ്കിൽ ഗബ്രി ഇല്ലാണ്ടായി പോയനെ, പണങ്ങിപ്പോയനെ. ഗബ്രി ഫിസിക്കലി ആൻഡ് മെന്റലി ഭയങ്കരമായിട്ട് തളർന്നിരിക്കുകയാണ്. ഇന്നലെ വൈകിട്ട് ബോധം കെടുന്ന മറ്റേ ബർത്ത്ഡേ പ്രാങ്ക് ഒക്കെ കണ്ടില്ലേ, അവിടെ ബോധം കെടാൻ പോലും ഗബ്രിക്ക് വയ്യ. അമ്മാതിരി ഒരു രീതിയിലാണ് ഗബ്രി നിൽക്കുന്നത്. ജാസ്മിൻ എന്ന് പറയുന്ന ഒരാളെ ഒരു ഗെയിമർ എന്നുള്ള രീതിയിൽ നോക്കുന്ന സമയത്ത് ചില സമയത്ത് നമ്മൾ കൈയടിക്കേണ്ടി വരും. പക്ഷേ എല്ലാ കാര്യത്തിലും ഒട്ടും യോജിക്കാൻ പറ്റത്തില്ല. ഭയങ്കര ഓവറാണ് കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടി. ഈ ഒരു ദിവസങ്ങളിൽ ഓവർ കോൺഫിഡൻസ് വന്നപ്പം ഇമോഷൻസ് എന്ന് പറയുന്ന ഒരു സാധനം ജാസ്മിൻ എക്സ്പ്രസ് ചെയ്യും. പക്ഷെ ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് ഇമോഷണലായിട്ട് അതിനെ അപ്രോച്ച് ചെയ്യില്ല. പിന്നെ ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും ഈ മൊയന്ത് സ്വഭാവം ഉണ്ട് എന്ന് പറഞ്ഞാൽ ലോകപരിചയമില്ലാത്ത, അത് പറയുന്നത് ശരിയല്ല, എന്നാലും എന്തോ അപ്രോച്ചിൽ അങ്ങനെ ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് ചില വിഡ്ഢിത്തരങ്ങൾ കാണിക്കാനുള്ള സാധ്യതയുണ്ട്. അത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഈ ഇമോഷൻസ് കൺസിഡർ ചെയ്യില്ല എന്ന് പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. പുള്ളിക്കാരി ഇച്ചിരി ജെന്യുവൻ ക്യാരക്ടറാണ്. ഇത്തിരി എന്നല്ല, എനിക്ക് ജെന്യുവൻ ആയിട്ട് തോന്നി. ഈ ജെന്യുവൻ എന്ന് പറയുമ്പോൾ അതിനകത്തൊരു ഇത്തിരി മൊയന്ത് സ്വഭാവമുണ്ട്. ഞാൻ ഈ പുള്ളിക്കാരിയെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ഒരിക്കലും കണ്ടതാണേ. എന്നുവെച്ചാൽ സോഷ്യൽ മീഡിയയിൽ എന്തോ ഒരു കോൺട്രവേഴ്സി നടക്കുകയാണ്. കോൺട്രവേഴ്സി എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഏഴെടുത്തോട്ട് പോകാൻ പറ്റത്തില്ല. ഇവരെല്ലാം ഉൾപ്പെടെയുള്ള ഒരു ഗ്യാങ് സോഷ്യൽ മീഡിയയിലെ കുറേയധികം ഇത്തരത്തിലുള്ള ആൾക്കാരെല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ടുള്ള കുറ്റപ്പറച്ചിലും തെറി വിളിക്കുക. ഇപ്പോൾ ഒരാൾ ജാസ്മിനെ പൂരത്തെറിയാം. അപ്പോൾ ഈ തെറി വിളിക്കുന്ന ആളെ ജാസ്മിൻ വിളിച്ചിട്ട് ഒരു അരമണിക്കൂർ കഥ അങ്ങോട്ട് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ എല്ലാം അങ്ങോട്ട് പറഞ്ഞു. പുള്ളിക്കാരി എപ്പിസോഡ് വെച്ചിട്ട് അപ്ലോഡ് ചെയ്തു. എന്ന് വെച്ചാൽ ഇത്തിരി സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് എല്ലാം തുറന്നു പറയുന്ന ഒരാളാണ് ജാസ്മിൻ. അപ്പോൾ ഈ ഒരു പരിപാടിയും പുള്ളിക്കുണ്ട്. പക്ഷേ ഒരു ഗെയിമിലൊക്കെ വരുന്ന സമയത്ത് ഇമോഷൻസ് മാറ്റി വെച്ചിട്ട് ഡിസിഷൻ എടുക്കും. ജാസ്മിൻ ഒരു നല്ല ബിഗ് ബോസ് മെറ്റീരിയലാണ്, നല്ലൊരു ഗെയിമറാണ്. ഇവിടെ വലിയ പ്ലേസ് ഉണ്ട് ജാസ്മിനെ. ഇപ്പൊ ജാസ്മിന്റെ കൂടെ നിന്ന് കളിക്കുക എന്ന് പറയുന്നത് ഗബ്രിക്ക് ഒരു വലിയ ചലഞ്ചാണ്. ശരിക്കും ഗബ്രിയെ ജയിലിലേക്ക് വിട്ടത് അൺഫെയർ ആണ്. പ്രേക്ഷകരുടെ കണ്ണിൽ അൺഫെയർ ആണ്. പക്ഷേ ഗെയിമേഴ്സിന്റെ കണ്ണിൽ നോക്കുന്ന സമയത്ത്, ഇപ്പം റസ്മിൻ, ജിൻഡോ, അർജുൻ അവരുടെ കണ്ണിൽ നോക്കുന്ന സമയത്ത് അവർക്ക് അതിനകത്തൊരു സാധ്യത ഉണ്ടാവും. അതിനകത്തൊരു സാധ്യത എന്ന് പറയുന്നത് അവരുദ്ദേശം എന്നുള്ള എനിക്കറിയില്ല. ശരിക്കും ഇങ്ങനെ ഒരു മൊമെന്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ ഞാൻ അതിനകത്തൊരു സാധ്യത കാണുന്നുണ്ട്, ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്നതിന്റെ ഒരു സാധ്യത. അപ്പൊ അതൊന്നും ആയിരിക്കില്ല അവർ വിചാരിച്ചത്. പക്ഷെ അൺഫെയർ ആണ്. ബാക്കി ജയിലിൽ വിടാൻ പറ്റുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ അവിടെ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഗബ്രി പോയത്. ജാസ്മിൻ, ഗബ്രി, ജിൻഡോ ഒക്കെ ചെണ്ടയാണ്. ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്യാം. കാരണം അവരെ നോമിനേറ്റ് ചെയ്യുന്നതോ അവരെ രണ്ടെണ്ണം പറയുന്നതോ ഒരു പ്രശ്നമുള്ള കാര്യമല്ല. സേഫ് ഗെയിമേഴ്സ് ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ഇവരെയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോയിൽ ഇത് മെൻഷൻ ചെയ്തിരുന്നു. അപ്പം ഇവരെ എപ്പോഴും പറയുന്നത് പലപ്പോഴും സേഫ് ഗെയിമേഴ്സ് ആണ്. ശ്രീതു ഒക്കെ അവർ സേഫിൽ നിന്ന് പതുക്കെ പുറത്തേക്ക് വരികയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഋഷിയെ പറഞ്ഞത്. പക്ഷെ ഋഷിയെ പറഞ്ഞതിന് എന്തൊരു ചെങ്ങായിയാണ്. അർജുനോട് പിണങ്ങുന്നു, ബാക്കിയുള്ളവരോട് പിണങ്ങുന്നു.
അർജുനോട് വഴക്കുണ്ടാക്കുന്നു. ഋഷി ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഗിഡാണ്. ശ്രീധുവിനെതിരെ കുറ്റങ്ങൾ പറയുന്നു. അപ്പോൾ അർജുൻ ശരിക്കും പറഞ്ഞാൽ ശ്രീധു ഒക്കെ ആയിട്ടൊന്ന് കണക്റ്റഡ് ആയി. അപ്പോൾ അവിടെ ഒരു സാധ്യതകളുണ്ട്. നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെയുള്ള ഒരു സ്വീറ്റ് ക്യൂട്ട് ഫ്രണ്ട്ഷിപ്പ് ബോണ്ടിനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ബോണ്ടിനോ സാധ്യത ഉണ്ട്. ഭയങ്കര നിഷ്കളങ്കനായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് അർജുനെ ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഫ്രണ്ട്ഷിപ്പിനൊക്കെ വാല്യൂ കൊടുത്ത് ഇങ്ങനെ ഇമോഷണലി ഡൗൺ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ളത് അറിയില്ല. പക്ഷെ അർജുൻ ഈ ഋഷിയുടെ അടുത്ത് പോയി സംസാരിക്കുമ്പോൾ ഋഷിക്കറിയാം ശ്രീധു ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റിനെ കുറിച്ചിട്ട്. അതേപോലെ അർജുൻ ഓൾറെഡി അവരുടെ ഭാഗത്തായി എന്നതിനെ കുറിച്ചിട്ട് ശരണ്യ, അപ്സര, ശ്രീധു ഒക്കെ അത് മനസ്സിലാക്കുന്നുണ്ട്. ശരിക്കും അർജുൻ ആൻഡ് ഈ ടീം കുറച്ചും കൂടെ ഈ രണ്ട് പക്ഷത്തെയും ബഹുമാനിച്ചിട്ടാണ് ഇപ്പൊ നിലവിൽ നിൽക്കുന്നത്. ഇപ്പൊ കോമൺ ആയിട്ട് പക്വതയില്ലാതെ പെരുമാറുന്ന ഒരു വ്യക്തി ഋഷിയാണ്. ഋഷി അധികം ദിവസങ്ങൾ താണ്ടാനായിട്ടുള്ള സാധ്യതയില്ല.